അളിയ ഒരു 300 രൂപ ഉണ്ടെങ്കിൽ എന്തിനാണെന്ന് എനിക്കറിയില്ല ബ്രോ, വല്ലാത്തൊരു സ്നേഹം നിങ്ങളോട് തോന്നുന്നു. എന്തിനാണ് സത്യം, സീരിയസ്ലി എനിക്കറിയില്ല. ഒരു ഹൈ ഉണ്ടല്ലോടാ, ഇത്രയും വലിയൊരു സ്ക്രീനില് നമ്മുടെ മുഖം വരുന്നു, നമ്മൾ കിടന്ന് പെർഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റർ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഫ്ലെക്സ് കാണാൻ പറ്റുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ആണത്. ലാസ്റ്റ് ഞാൻ ആ ഡ്രസ്സിൽ വരുന്നോ, ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സെക്കൻഡ് ഹാഫിൽ ഒരു 10-15 മിനിറ്റ് എൻ്റെ മാത്രം പരിപാടിയാണല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഓ, ഇത്രയും ഉണ്ടായിരുന്നല്ലേ. ശരിക്കും കൂലിയുടെ സെറ്റിൽ പോയിന്നും രജനി സാറിന്റെ ഒരു ബിഗ് ഫാൻ ആയിരുന്നു, ഫാനാണ്. തലവർ ഓ, ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നുണ്ടല്ലോ, എന്റെ അന്ന് ചുറ്റുമുള്ളതൊന്നും കാണാൻ ഈ പടത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. സീക്വൻസ് ഉണ്ടോ പുള്ളിയുടെ ഒരു സ്റ്റൈല്, ഇത് ലൈവ് കണ്ടോണ്ടിരിക്കുക, അത് സ്ലോ മോഷൻ. അതും അഞ്ജുജിന്റെ ആ സമയത്ത് ഒരു ബിജിഎം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു നാൾ ജയിലറിന്റെ ബിജിഎം വെച്ചിട്ട് തിരിച്ച് ഞാൻ സൂമി റിലീസ് ചെയ്യുമ്പോ ഞാൻ എന്റെ തലവരെ പടം അന്ത ഒരു നാൾ ടിക്കറ്റ് റെഡിയാക്കി എന്റെ 6 മണിക്ക് കൂലി. എന്നിട്ട് എന്നെ കണ്ടപ്പം ഹേയ് നിങ്ങളാണല്ലേ മുരുകൻ ചെയ്യുന്നത് ഡ്രോപ്പ് മാൻ എന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ഇങ്ങനെ പിടിച്ച് ക്യാമറ തിരിയും, അപ്പൊ വീട്ടിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കുഞ്ഞ് ഇടി അടി ഇങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടി. ഈ പോസിറ്റീവായ മനുഷ്യർക്ക് ഇരിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ക്വാളിറ്റിയാണ്, പക്ഷെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മറ്റൊരു ക്വാളിറ്റിയാണ്. സീരിയസ്ലി പടയെന്ന് പറഞ്ഞാണ് അച്ഛൻ ഒരു പോക്കങ്ങ് പോയത്. അപ്പൊ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല ബ്രോ, നടക്കട്ടെ, അത് വന്നാൽ നമ്മൾ ചാവൊന്നും ഇല്ലല്ലോ, നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരാന്നല്ലേ ഉള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻ ഈ ലോകത്തുള്ളൂ. ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ ലാലേട്ടനെ നോക്കിട്ട് തിയേറ്ററിൽ പോയി കാണുക, അവർക്ക് ഇഷ്ടപ്പെടുക, പടം ഹിറ്റ് ആവണം. അതാണ് ഞാൻ കാണുന്ന സീൻ. പിന്നെയും കണ്ടു അന്ന് ഞങ്ങൾ അടുത്തുനിന്ന് പുള്ളി എന്റെ തോളിലൊക്കെ കൈയിട്ട് ഫോട്ടോ എടുത്തു. അമ്മയ്ക്കൊരു സാരി, അച്ഛനൊരു ഡ്രസ്സ്. ഇപ്പോഴും ഞാൻ ഓണത്തിന് അച്ഛനൊരു ഡ്രസ്സ് എടുത്ത് മാറ്റി വെച്ചേക്കും, അതേപോലെ അമ്മയ്ക്കൊരു സാരി. ഈ പിച്ചുമണിയുടെയും താരാകുമാരിയുടെയും മകൻ എന്ന് തന്നെ അതിൽ വരണം, അത്രേ ഉള്ളൂ. ഞാൻ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പൊ അച്ഛൻ ഒരു വിയോഗം വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു ഏത്തിസ്റ്റ് പരിപാടിയൊക്കെ ആയി. ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ല. എന്റെ അമ്മയുടെ പ്ലഷറാണ് ഞാൻ ഇപ്പോഴും ഓടിച്ചോണ്ടിരിക്കുന്നത്. അത് പറയണ്ടായിരുന്നു, എനിക്ക് മൈൻഡ് മാറിപ്പോയി. തളപതി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ലോക സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ തളപതിയാണ്. ഈ മൊമെന്റ് ആണ് ഞാൻ പറയാം, ജേഴ്സിയാണ് എന്റെ വിജയം. പക്ഷെ എനിക്ക് എപ്പോഴും മറ്റേ ഇതാ അരങ്കമ്മ തിരട്ടുമേ, അതാ ഇങ്ങനെ വരണ കേൾവി കേട്ട് അത് വൈബാ. 10-15 എണ്ണത്തിന് എടുത്ത് വെട്ടിയിട്ട് നമുക്ക് ഫ്രണ്ട് വന്നിട്ട് വേറൊന്നും കാണിച്ചു. ഇങ്ക ഹീറോ ഫോക്കസ് പண்றீங்க. Hi, hello, this is Ashik. You're watching Skylark Pictures Entertainments. I want to be a star. I really want to be a star. എന്നൊരാള് കിങ്ഡത്തിന്റെ പ്രീ ഇവന്റ് ലോഞ്ചിൽ ചെന്നിട്ട് വളരെ ആധികാരികതയോടെ ആവേശത്തോടെ കൂടി തെലുങ്ക് ഓഡിയൻസിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു മലയാളി ഉണ്ട്. വെങ്കടേഷ് ആണ് എന്റെ ഒപ്പം ചേരുന്നത്. വെൽക്കം വെങ്കടേഷ്. How are you? I'm good, I'm great. ഫസ്റ്റ് പറയാനുള്ളൊരു കാര്യം, ഇന്ന് ബർത്ത്ഡേ ആണ്. സോ വിഷ് യു വെരി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. സോ എത്രത്തോളം വിഷസ് ആണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? അതെ. ഇന്നലെ രാത്രി മുതൽ കൂടെ ഉള്ള ഒരു പയ്യൻ കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ചു. വെറും ഒരു പയ്യനല്ല, ആഡിസ്. അതും അവൻ കിടില. അവൻ അതിന്റെ അടുത്ത് ചോദിക്കും, അളിയ ഒരു 300 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് കേസ് അറിഞ്ഞൂടാ നമ്മളെ പോലെ. ഞാൻ വിചാരിച്ചു വേറെ വല്ല ആവശ്യമുണ്ടെന്ന്. അവ അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ കേക്ക് കൊണ്ട് പറഞ്ഞു, എന്റെ 300 രൂപയ്ക്ക് എനിക്ക് കേക്ക് അടിപൊളി. നമുക്ക് സർപ്രൈസ് ആ ഒരു മൊമെന്റ് ആണല്ലോ നമുക്ക് ആവശ്യം. അപ്പൊ അത് കാരണം അവ അപ്പോഴാണ് അറിയുന്നത്. അപ്പൊ എനിക്കൊരു കോള് വന്ന് എനിക്കൊരു വിഷ് കിട്ടിയപ്പോഴാണ് അറിയുന്നത് നിന്റെ ബർത്ത്ഡേ ആണോ എന്ന്. പിന്നെ ഇങ്ങനെ ഓട്ടവും പരസ്യലൊക്കെ കണ്ട് നേരെ കാണുന്ന ഇതാ ഒരു കേക്കും കൊണ്ട് അളിയൻ വരുന്നത്. ഈ ബർത്ത്ഡേ ശരിക്കും എന്താണെന്നറിയോ, മുമ്പത്തെ ഒരു ബർത്ത്ഡേ പോലെ അല്ല. ഒരുപാട് നമ്മളെ അറിയാത്ത ഒരുപാട് മനുഷ്യരുടെ സ്നേഹം കാണുന്ന ഒരു ബർത്ത്ഡേ അല്ലേ? ശരിക്കും എന്തോരം മെസ്സേജസ് വരുന്നുണ്ട് ഇപ്പൊ? കുറെ വരുന്നുണ്ട് ബ്രോ. കാരണം ഇപ്പം ഈ സാധാരണ എന്റെ ബർത്ത്ഡേ ഞാൻ ഇങ്ങനെ വീട്ടില് ഒക്കെ ആയിരിക്കും. ഇപ്പം ഇന്റർവ്യൂ, എന്റെ ഫ്രണ്ടില് ക്യാമറ ഉണ്ട്. അപ്പം എനിക്ക് സെറ്റിൽ ഇതുവരെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അത് ഉടനെ പറ്റട്ടെ എന്നുള്ള അടുത്തൊരു പരിപാടിയാണ്. പക്ഷെ ഇതും നല്ലതാ, ബർത്ത്ഡേ ആയിട്ട് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന പരിപാടി. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞൊരു വാക്കാണ്, ഐ വാണ്ട് ടു ബി എ സ്റ്റാർ, ഐ റിയലി വാണ്ട് ടു ബി എ സ്റ്റാർ എന്നൊരു പ്രസ്താവനയാണ്. പക്ഷെ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റയിൽ ശരിക്കും ഐശ്വര്യക്ക് ഉൾപ്പെടെ അറിയാൻ പറ്റും. നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വളരെ യാദൃശികമായിട്ടാണ് ആ ഒരു പോസ്റ്റർ ഞാൻ കാണുന്നത്.
ക്യാരക്ടർ പോസ്റ്റർ, അതും VDK ഷെയർ ചെയ്യുന്ന പോസ്റ്റർ. സോ ഇത് ഭയങ്കര ഹാപ്പിനെസ് തരുന്നുണ്ട്. ഒരു മലയാളി എന്ന നിലക്ക് ഞാൻ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. എന്തിനാണെന്ന് എനിക്കറിയില്ല ബ്രോ, വല്ലാത്തൊരു സ്നേഹം നിങ്ങളോട് തോന്നുന്നു. എന്തിനാണ് സത്യം, സീരിയസ്ലി എനിക്കറിയില്ല എന്തിനാണതെന്ന്. പക്ഷെ നിങ്ങളുടെ സ്പീച്ച് കാണുമ്പോൾ, നിങ്ങളൊരു സിനിമയിൽ, തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ, നിങ്ങൾ വില്ലനാകുമ്പോൾ നിങ്ങളൊരു മലയാളിയാണ് എന്നതായിരിക്കാം ചിലപ്പോൾ ഒരു അഡ്രിനാലിൻ റഷ് എനിക്ക് തന്നത്. സോ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ കുറെ ആളുകളുടെ സ്റ്റാറ്റസും സ്റ്റോറീസും കണ്ടു. അവർക്ക് ശരിക്കും വെങ്കിനെ അറിയുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്നേഹത്തിന് എങ്ങനെയാണ് കാണുന്നത്? എടാ, അത് ഭയങ്കര ഓവർവെൽമിങ് ആയിരുന്നു എനിക്ക് റെസ്പോൺസ്. ഇപ്പം എനിക്ക് ഈ പോസ്റ്റർ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ കടയിൽ നിൽക്കുക. എനിക്കൊരു കടയുണ്ട്, ഇഡ്ഡലി കട. അപ്പൊ ഞാൻ അവിടെ നിൽക്കുകയാണ്. ഞാൻ അവിടെ പയ്യന്മാരെടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ പെട്ടെന്ന് നോക്കിയപ്പോൾ വിജയ് ദേവരക്കൊണ്ടയുടെ ഒരു മെൻഷൻ. എന്തപ്പാ നോക്കിയപ്പോഴത്തേക്ക് എന്റെ പോസ്റ്റർ. അപ്പൊ എനിക്കൊരു ഹിന്റ് ഉണ്ടായിരുന്നു പോസ്റ്റർ റിലീസ് ആവുന്നു. പക്ഷെ സമയമൊക്കെ കഴിഞ്ഞു, എനിക്ക് പേഴ്സണലി ആരും അയച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അത് പ്ലാൻ മാറി കാണുമല്ലോ. നോക്കിയോ പുള്ളി മെൻഷൻ ചെയ്യുന്നു ഒരു കിടിലം കുറെ വേർഡ്സ് ഒക്കെ വെച്ചിട്ട്. അപ്പം അത് വന്നപ്പം അതിനെ പറ്റിയിട്ട് കുറെ ആർട്ടിക്കിൾ വരുന്നു. ഇപ്പം ട്രെയിലർ വരുമ്പോ തന്നെ കട്ട് ചെയ്തിട്ട് ഓക്കെ വെങ്കടേഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പോസ്റ്റ് വരുമ്പോ തന്നെ എനിക്കൊരു സിനിമയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു എനിക്ക് ആ ട്രെയിലറിലൂടെ കിട്ടിയത്. പിന്നെ ഇദ്ദേഹം ഒരു സ്റ്റോറി നമ്മുടെ പോസ്റ്റർ വെച്ച് ഷെയർ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം അതിൽ കൂടുതലും ആൾക്കാർ കുറച്ചും കൂടെ ഓക്കെ ഇവനപ്പം വലിയ ക്യാരക്ടറാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് റെസ്പോൺസ് ആയിരുന്നു. ആഫ്റ്റർ ദ പ്രീ റിലീസ് ഈവന്റും പടത്തിന്റെ റിലീസും എല്ലാം കൊണ്ടും എനിക്കെന്തോ ഭയങ്കര ഒരു ലക്കി ആയിട്ടുള്ള ഒരു റിലീസും ഒരു ഭയങ്കര ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സമയവും കൂടെയാണിത്. അപ്പം ഇത് ഇങ്ങനെ എനിക്ക് ഒരുപാട് സിനിമകൾ ചെയ്ത് ഇതേ എക്സൈറ്റ്മെന്റോട് കൂടി പോണം എന്നാണ് എന്റെ ആഗ്രഹം. ഉറപ്പായിട്ടും ഇന്ന് സംഭവിക്കും. കാരണം എനിക്കറിയാം ഒരുപാട് കോൾസ് ഇപ്പൊ വരുന്നുണ്ടാവും, ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ടാവും അല്ലെ? എന്താണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ്? എടാ, കഥകൾ വരുന്നുണ്ടല്ലോ. ഇത്രയും നാളായടാ ഒരു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ട്. അപ്പൊ എനിക്കിപ്പോ കഥകൾ വരുന്ന സൂം മീറ്റിംഗും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പഴാ സൂമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പം ആ പരിപാടിയൊക്കെ നടക്കുന്ന നല്ല ഏതെങ്കിലും ഒരു പടം ലോക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. എനിക്ക് ഇഷ്ടപ്പെട്ടത് പടത്തിന്റെ റിസൾട്ട് നമുക്ക് അറിയില്ല, അത് അൾട്ടിമേറ്റ്ലി അത് ഓഡിയൻസ് ആണ്, പ്രേക്ഷകരാണ്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി ചെയ്യണം എന്നുള്ളൊരു അത്രയും അമിതമായ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നിൽക്കുക. ഓക്കെ. അപ്പോൾ ലിറ്ററലി ഒന്നും അല്ലാതിരുന്ന ഒരു മനുഷ്യനാണ്, ഒരു ട്രിവാൻഡ്രംകാരനാണ്, ഒരു M.Com കാരനാണ്. അപ്പോൾ ഈ ഒരു M.Com കാരന് സിനിമാ മോഹം ഉദിക്കുന്നു, നായിക എന്നൊരു ഷോയിൽ പങ്കെടുക്കുന്നു. പക്ഷെ അവിടെ വേണ്ടത്ര നമ്മൾ വിചാരിക്കുന്ന ഒരു ഇൻപുട്ടിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഖേദമുള്ളിൽ എവിടെ കിടക്കുന്നു. ഒരുപാട് സിനിമകൾ സ്വാഭാവികമായിട്ടും വരുന്നു, ഡ്രോപ്പ് ആവുന്നു. അപ്പോൾ ഇതിനെല്ലാം ശേഷവും സിനിമയിലേക്ക്, അല്ലെങ്കിൽ സിനിമ തന്നെയാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് ഉറപ്പിക്കുകയും നമുക്കിങ്ങനെ ഒഴുക്കിനെതിരെ നിന്നൊരു പരിപാടിയാണിത്. കാരണം നമുക്കിങ്ങനെ സ്റ്റോൺസ് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഡ്രോപ്പ് ചെയ്യണം, നമ്മളൊരു കരിയർ ബിൽഡ് ചെയ്യണം, അതിനിടയിൽ സിനിമാ മോഹം കിടക്കുന്നു. എന്തായിരുന്നു ബ്രോ ആ ഒരു ഫയർ, ഇങ്ങനെ കത്തിച്ചു വെച്ചൊരു തിരി എങ്ങനെയായിരുന്നു അത്? എടാ, ഞാൻ ആ സ്റ്റേജിൽ ഇരുന്ന് പറയുമ്പോഴാണ് ഈ 9 വർഷം അല്ലെങ്കിൽ ഒരു 9.5 വർഷം എന്നുള്ള ഒരു റിയലൈസേഷൻ എനിക്ക് കിട്ടുന്നത്. നമുക്ക് തിരിഞ്ഞു നോക്കാനും നമ്മൾ നിൽക്കൂല, നമുക്ക് തിരിഞ്ഞു നോക്കാൻ ഒരുപാടുണ്ട്, അതിന്റെ ആവശ്യമില്ല. അപ്പം ഓരോ സിനിമകൾ എനിക്കിങ്ങനെ ഇപ്പം നായികനിൽ വരുന്നു. അപ്പം ആദ്യം കുറച്ച് പ്രശ്നമായിട്ടുള്ള പെർഫോമൻസും റിവ്യൂസ് ഒക്കെ ആയിരുന്നു. അതിനുശേഷം പതുക്കെ ബെറ്ററായി. അപ്പം ആ സ്റ്റേജ് ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്റ്റേജ് മൈക്ക് പിടിക്കുന്നു, കാര്യങ്ങൾ നായകൻ പോലെ ഒരു പ്ലാറ്റ്ഫോം, ഇതെല്ലാം ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പം ആൾക്കാർക്ക് എന്റെ ക്യാരക്ടർ കിട്ടി, ഓക്കെ ഇവൻ ഇങ്ങനെയാണ്. അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് അപ്പോഴേ ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നെയായിരുന്നു ടാസ്ക്. പരിപാടി തുടങ്ങുന്ന അവിടെയായിരുന്നു. ഇതൊരു അൺസർട്ടൈനിറ്റിയും ഈ സിനിമയില് സിനിമകളൊക്കെ ഡ്രോപ്പ് ആവുമോ എന്നുള്ള ചോദ്യത്തിൽ എനിക്ക് വ്യക്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ആ ഒരു സമയത്ത് തന്നെ. പക്ഷേ ഡ്രോപ്പ് ആയാലും സീറോയിൽ എനിക്ക് വേറൊരു പടങ്ങൾ കിട്ടി, ഒന്ന് കിട്ടി. അത് കഴിഞ്ഞ് വീട്ടിലിങ്ങനെ കുറേ നാളിരിക്കുന്നു. അപ്പം എന്താ ഇതിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, വീട്ടിൽ എനിക്ക് പ്രഷർ ഇല്ലായിരുന്നടാ. വീട്ടിൽ എനിക്ക് വേറെ ജോലി പോയി നോക്കുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നുമില്ലായിരുന്നു. പുറത്തുനിന്ന് എൻ്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ചോദ്യവും എനിക്ക് കേട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇതിങ്ങനെ പോയി ഒരു മൊമെന്റ് എത്തിയപ്പോൾ ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നപ്പോഴാണ് എനിക്ക് 2 ദിവസത്തിൽ റിബലിൽ നിന്ന് കോള് വരുന്നത്. അപ്പം എന്നെ കൊണ്ടുപോവുക. കാരണം ഞാൻ ഇപ്പം എൻ്റെ പല സുഹൃത്തുക്കളുണ്ട്, അവര് IT പ്രൊഫഷണൽസ് ആണ്, പല കാര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ വർക്ക് പ്രഷർ ഉണ്ട്. അവർ പറയും അളിയ ഭയങ്കര പ്രഷറാണ്, മാസം ആദ്യം ശമ്പളം കിട്ടുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം. അതല്ലടാ, ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണ്, നമ്മൾ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മൾ സ്ക്രീനിൽ ഒരു 70mm സ്ക്രീനിൽ ഇനിയിപ്പോൾ ആൾക്കാരൊന്നുമില്ല, 2-3 ആൾക്കാർ മാത്രമേ ആ തിയേറ്ററിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കാണുമ്പോൾ ഇപ്പം നമ്മളെ പെർഫോമൻസ് മോശമാണെങ്കിൽ നമുക്ക് വിഷമം വരും.
ബട്ട് സ്റ്റിൽ ഒരു ഹൈ ഉണ്ടല്ലോടാ, ഇത്രയും വലിയൊരു സ്ക്രീനിൽ നമ്മുടെ മുഖം വരുന്നു, നമ്മൾ കിടന്ന് പെർഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ പോസ്റ്റർ റോട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഫ്ലെക്സ് കാണാൻ പറ്റുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു അൾട്ടിമേറ്റ് ആണത്. അതിന്റെ ടേസ്റ്റ് അത് വേറെ പരിപാടിയാണത്. അത് കാരണം എനിക്ക് വേറൊന്നും അറിയില്ല, ഞാൻ വേറൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, എനിക്ക് വേണ്ട, എനിക്ക് ഇത് തന്നെ മതി. ഒരാളെ കാണുമ്പോൾ അയാളുടെ പാഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളില്ലേ. ഞാനതാ പറഞ്ഞത്, എനിക്ക് അങ്ങനെ എല്ലാവരോടും കാണുമ്പോൾ തോന്നുന്ന ഒരു സംഭവമല്ല. വെങ്കിയുടെ പോസ്റ്റേഴ്സ് കാണുമ്പോൾ, വെങ്കിയോട് സംസാരിക്കാൻ പറ്റുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് ശരിക്കും. സത്യം റിയലി പറയാൻ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് വെങ്കിയുടെ ആ ഒരു സക്സസിൽ. സോ ബാക്ക് ടു കിങ്ഡം, ശരിക്കും റെബല് കണ്ടിട്ടാണ് എന്ന് തോന്നുന്നു. അതെ, എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ശരിക്കും ഞെട്ടിപ്പോയൊരു കാര്യം, ഞാൻ നേരത്തെ ഷൂട്ടിന് മുമ്പ് പറഞ്ഞൊരു കാര്യം നമ്മൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയൊരു കാര്യം എന്ന് വെച്ചാൽ, വിത്തൗട്ട് ആൻ ഒഡീഷൻ, അല്ലെ ഒരു ഒഡീഷൻ പോലും ഇല്ലാതെ ഡയറക്റ്റ്ലി ഒരാളെ കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിസ്ക് അല്ലേ ശരിക്കും. ഇപ്പൊ ഞാൻ ഒരു പ്രൂവ് ചെയ്ത ആളാണ്, അത്യാവശ്യം ഞാൻ എന്റെ സിനിമകളിൽ ഞാൻ കിടിലം അഭിനയം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഓഡീഷൻ ഒന്നും ഇല്ല, നമ്മൾ കാസ്റ്റ് ചെയ്യപ്പെടും. എന്റെ പരിപാടി കണ്ടാൽ എനിക്ക് എന്നെ മനസ്സിലാവും ഫുൾ പാളിച്ചകൾ അതിലുണ്ടായിട്ടുള്ളത്. പക്ഷെ അതെന്റെ എക്സ്പീരിയൻസാ. ഓക്കെ, അപ്പം പെട്ടെന്ന് നേരെ ഇതിലേക്ക് വന്നപ്പോൾ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു, ഓഡീഷൻ ഉണ്ടാവും. ഓഡീഷൻ നമുക്ക് കുറച്ചും കൂടെ ടെൻഷനാണ്, കാരണം ഇങ്ങനെ ഒരു ക്ലോസ്ഡ് റൂമിൽ നമ്മൾ ആരുമില്ല, നമ്മൾ ചുമ്മാ എന്തൊക്കെയോ ചെയ്യുമ്പോൾ ഇത് ശരിയാണോ എന്നുള്ള തോന്നല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഡയറക്ടർ ലുക്ക് കണ്ടിട്ട് പറഞ്ഞു നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറിന് ഓക്കെ ആണോ സാർ? ഓക്കെ ആണ്, ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു, ഇപ്പൊ കുറച്ചും കൂടെ അടിപൊളിയാണ്, നമുക്ക് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം, നിങ്ങൾ കുറച്ച് വെയിറ്റ് മാത്രം ഒന്ന് ഗെയിൻ ചെയ്യും എന്നുള്ള സാധനം മാത്രമാണ് എനിക്ക് കിട്ടിയത്. എന്റെ റിലേ തന്നെ കട്ടായി, ഓഡീഷൻ ഒന്നും ഇല്ലായിരുന്നു. അത് പുള്ളിയുടെ ഒരു ഗട്ട്സ് ആടാ, പുള്ളിയുടെ ഒരു അല്ലെങ്കിൽ എന്റെ ഭാഗ്യമാണ്. സത്യം. ഒരുപക്ഷെ ഓഡീഷൻ ചെയ്ത് ഇത് കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ പുള്ളി എന്നെ എടുക്കണം എന്നില്ല. കാരണം നമുക്ക് നമ്മളെ കോസ്റ്റ്യൂം ഇട്ട് നമ്മൾ അങ്ങനെ ഒരു സറൗണ്ടിൽ നമ്മൾ സംസാരിച്ചാണ് നമ്മൾ ചിലപ്പോൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഡീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ടെൻസ്ഡ് ആണ്. കിട്ടോ ഇല്ല, ആ പ്രഷറിലാണ് നമുക്ക് കിട്ടുന്നത്. കിട്ടി എന്നുള്ളത് വന്ന ആ പ്രഷർ നമുക്കില്ല. അപ്പം ഒരു പക്ഷെ എന്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം പുള്ളി എന്നെ ഓഡീഷൻ ചെയ്യാത്തത്. പുള്ളിക്ക് അത് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പ്രോസസ് ആയിരിക്കാം അത്. ഇപ്പൊ കിങ്ഡത്തിൽ വർക്ക് ചെയ്ത അസിസ്റ്റൻസ് ആണെങ്കിൽ പോലും പലരും പുതിയ ആൾക്കാരാ. പുള്ളി ഇങ്ങനെ കണ്ട് സംസാരിച്ചിട്ട് പുള്ളിയുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റില് പുള്ളി സെലക്ട് ചെയ്യുന്നതാ. അത് അൾട്ടിമേറ്റ്ലി ഗൗതം സാർ അതിന്റെ ശരിക്കും കണ്ണില് സിനിമ കാണുന്നുണ്ട്. അതാവും. അയ്യോ, വലിയ വാക്കാണ്. അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെ സാറിന് തോന്നിയിട്ടുണ്ടാവാം ഭാവിയിലെ ഒരു എല്ലാവർക്കും അങ്ങനെ തോന്നട്ടെ എന്നുള്ളതാ. കാണുന്ന മേക്കേഴ്സ് എല്ലാവർക്കും അങ്ങനെ തോന്നട്ടെ. അതെ. കിങ്ഡം, ശരിക്കും കിങ്ഡത്തിൽ ഒരു ഇൻപുട്ട് എന്തായിരുന്നു സാർ? ഗൗതം സാർ എന്താണ് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു? എടാ, ഗൗതം സാർ ഫസ്റ്റ് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത സമയത്ത് ഞാനൊന്ന് ഡയലോഗ് റെൻഡർ ചെയ്തപ്പോൾ അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് തെലുങ്ക് വിടുന്നത്. ഫസ്റ്റിന്റെ ഡയലോഗ് പുറത്ത് വരുന്നത് അങ്ങനെയാ. അപ്പം സ്വാഭാവികമായിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഏച്ചക്കേടും ഉണ്ട്. പിന്നെ എന്റെ മോഡുലേഷൻ ഒരു വില്ലൻ കൈൻഡ് ഓഫ് തിങ് ആയിരുന്നു. അപ്പൊ ഗൗതം സാർ പറഞ്ഞു, എടാ ഇതൊരു വില്ലൻ പരിപാടിയാണ്, ഒരു കാര്യം ചെയ്യുന്ന ഇത് ആലോചിച്ചോ, മുരുകൻ ഒരു ഹീറോ ആണ്, അവൻ ഈ പടത്തിലെ ഹീറോ ആണ്, അവന്റെ കാര്യങ്ങൾ അവൻ ചെയ്യുന്നതും എല്ലാം ജെന്യുവൻ ആയിട്ടാണ് ചെയ്യുന്നത്. അവൻ ചെയ്യുന്ന തൊഴിൽ ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷെ അവൻ അത് ശരിയാ, അവന്റെ ശരിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, അവനെ ഏറ്റവും ഇഷ്ടമുള്ള അവന്റെ അച്ഛനെയാണ്, അതൊരു നല്ല ക്വാളിറ്റിയാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാളാ. അപ്പം ഇവന്മാരുടെ അടുത്ത് ഇവന്മാരെന്തൊക്കെ കള്ളത്തനം കാണിക്കുന്നുണ്ട്, നീ അതല്ല, അപ്പം നീ എപ്പോഴും ഹീറോയെ പോലെ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് ഗൗതം സാർ എനിക്ക് തന്ന ബ്രീഫ് ഫസ്റ്റ്. അപ്പം അത് പിന്നെ ഇവന്റെ കൂടുതൽ ഇമോഷൻസ് ഇവ അകത്താ വെക്കുന്നത്. ഇവ തീരെ പൊളിയുമ്പോഴേ കിടന്ന് അലറത്തുള്ളൂ, അല്ലാതെ ഇവൻ എന്താണെങ്കിലും ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവൻ പെരുമാറുന്ന, തരൂടാ നിനക്ക് ഞാൻ ഉള്ള ഒരു പരിപാടി എന്നുള്ള രീതിയിലാണ് ഇവൻ നിൽക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഗൗതം സാറിന്റെ ബ്രീഫിങ്. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു സെൽഫ് ഡൗട്ട്, ഈവൻ കിങ്ഡത്തിന്റെ കഥ കേട്ടിട്ടാണെങ്കിലും ശരി, ഒരു സെൽഫ് ഡൗട്ട് തോന്നിയിരുന്നോ? ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കേസാണോ എന്നുള്ള ഒരു തോന്നൽ എപ്പോഴെങ്കിലും? കിങ്ഡത്തിൽ തോന്നിയില്ലായിരുന്നടാ. കാരണം കിങ്ഡത്തിൽ ഞാൻ കുറച്ചും കൂടെ പേഴ്സണലി എനിക്ക് കുറച്ച് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വന്നു. കാരണം ഇത് നമുക്ക് പുൾ ഓഫ് ചെയ്യാം. ഈ പുൾ ഓഫ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാക്സിമം പുൾ ഓഫ് ചെയ്യാം. കാരണം ഡയറക്ടർ ഉഗ്ര ഡയറക്ടറാ, പുള്ളി നമ്മളെ അടിപൊളിയായിട്ട് നമ്മുടെ പെർഫോമൻസ് എടുത്തോളും എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ്. അൾട്ടിമേറ്റ്ലി ഇപ്പം ഞാൻ ഒപ്പം ചെയ്യുന്ന ഓരോ സിനിമകളിലും ഞാൻ എൻ്റെ ഡയറക്ടറിനെ ട്രസ്റ്റ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന് മുന്നേ ഉള്ള സിനിമകളിൽ എനിക്ക് എന്റേതായിട്ടുള്ള സാർ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാമോ എന്നുള്ളൊരു ഇൻപുട്ടോ അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള രീതിയിൽ ഒരു ഇംപ്രവൈസേഷനോ എനിക്ക് അങ്ങനെ ഒരുപാട് നടത്താനൊന്നും പറ്റിയിട്ടില്ല. അതിനുള്ളൊരു ഗട്ട്സ് എനിക്കില്ലായിരുന്നു. അപ്പൊ അതായിരുന്നു എൻ്റെ ഒരു ആസ് ആൻ ആക്ടർ എൻ്റെ ഫോൾട്ട്. അപ്പം ഡയറക്ടറുമായിട്ട് സംസാരിക്കുക,
സാർ ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ എന്തായിരിക്കും എന്റെ മൈൻഡിൽ, എന്തായിരിക്കും ഇങ്ങനെ ഒരു പ്രോസസ്സ് എന്നൊക്കെ. അതിങ്ങനെ ഓരോ ഇന്റർവ്യൂ ഓരോ ആൾക്കാരുടെ കണ്ടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കണം, ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഇതിന്റെ പരിപാടി എന്നുള്ളത്. അങ്ങനെയാണ് ഐ സ്റ്റാർട്ടഡ് ആസ്കിങ് ലൈക്ക് ഇപ്പം എന്തായിരിക്കും ഇങ്ങനെ എന്താണ് ഇവന്റെ മൈൻഡിലെന്നൊക്കെ. അപ്പൊ അത് നമ്മളെ കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്യൂടാ, നമ്മുടെ തോട്ട് പ്രോസസ്സ് നമ്മളെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എനിക്ക് ഇതിലൊക്കെ വന്നപ്പോ അങ്ങനെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഡൗട്ടൊന്നും എനിക്കില്ലായിരുന്നു. കാരണം എനിക്ക് ഇതൊക്കെയാണ് എന്റെ സീൻ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവര് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാ, മെയിൻ വില്ലനാണ്, അപ്പൊ ഇങ്ങനെയൊക്കെ അവൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ ലാസ്റ്റ് ഞാൻ ആ ഡ്രസ്സിൽ വരുന്നോ, ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരെന്നെ ഇല്ലില്ല, ആ ഒരു സീക്വൻസ് പറഞ്ഞിരുന്നു, ഇങ്ങനെ നീ അദ്ദേഹത്തിന് ചിലപ്പം നീ ചെയ്യേണ്ടി വരും, ഓക്കെ, അതിനുശേഷം ആയിരിക്കും നീ ഇത് ഡീൽ ചെയ്യുന്നത്. പക്ഷെ അത് ഞാൻ വിട്ടു ബാക്കിയത്. ഓക്കെ ശരി, അത് അപ്പോഴത്തെ കാര്യമില്ല, അപ്പൊ നോക്കാന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഓരോ സീൻ അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഓക്കെ നാളെ ഇന്ന സീനാണ് എടുക്കുന്നത്. അപ്പൊ ഡയറക്ടർ പറയും ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണ് എന്നെ ഫീഡ് ചെയ്ത് കൊണ്ടുപോയത്. ശരിക്കും അപ്പൊ നമ്മുടെ വൈറ്റ് ആൻഡ് വൈറ്റിൽ ബ്ലഡിൽ കുളിച്ചിരിക്കുന്ന സീനൊന്നും നറേഷനിൽ ഇല്ല, അതൊന്നും നറേഷനിലില്ല. അപ്പൊ ഡബിൾ ഹാപ്പി ആയിരുന്നു അത്. എനിക്കത് ചെയ്യുമ്പോഴേ ഹാപ്പിയാ. കാരണം ഫസ്റ്റ് ആ സീക്വൻസ് എന്റെ മിറർ സീക്വൻസാ. മിറർ സീക്വൻസ് തൊട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാ. കാരണം ഇവരെടുക്കുന്നതൊക്കെ എന്റെ മാത്രം ഷോട്ടാ, വേറെ ആരും ഇല്ല. എന്റെ ഷോട്ട് എടുക്കുന്നു, ഞാൻ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്ക് ട്രോളി മറ്റേ ഇത് ട്രാക്ക് അത് ഇത് മൊത്തം എന്റെ പരിപാടി. ഞാൻ അപ്പൊ തന്നെ വിചാരിച്ചു, എടാ സെക്കൻഡ് ഹാഫിൽ ഒരു 10-15 മിനിറ്റ് എന്റെ മാത്രം പരിപാടിയാണല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഓ ഇത്രയും ഉണ്ടായിരുന്നല്ലേ, ഇത്രയും പരിപാടികൾ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ ആലോചിച്ചപ്പം. പിന്നെ ഒബ്വിയസ്ലി ഇത് ഷൂട്ട് ചെയ്യുന്ന ജോമോൻ ചേട്ടനും ഗിരീഷ് ചേട്ടനുമാണ്. ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന ഗിരീഷ് ചേട്ടനാ, പിന്നെ ഉള്ള എല്ലാം ജോമോൻ ചേട്ടൻ. ഗിരീഷ് പിന്നെ കൂലിയിലേക്ക് പോയി. ജോമോൻ ചേട്ടൻ അറിയാവുന്ന ആളല്ലേ, അതായത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ടോപ്പാണ് ജോമോൻ ചേട്ടനും ഗിരീഷ് ചേട്ടനും. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ വരണമെന്ന് ഒബ്വിയസ്ലി ഏതൊരു ആക്ടർ, ഇനി അഥവാ അവർക്ക് തോന്നിയില്ലെങ്കിൽ എനിക്കുണ്ട്. അപ്പം ഞാൻ അങ്ങനെ നിന്നപ്പോഴും പുള്ളി ഭയങ്കര സപ്പോർട്ടീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാണാനും കുറച്ച് അടിപൊളിയായിരുന്നടാ, എപ്പോഴും അത് ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്. അതിനു മുമ്പ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇപ്പോ ഗിരീഷനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്, ശരിക്കും കൂലിയുടെ സെറ്റിൽ പോയെന്നും രജനി സാറിന്റെ ഒരു ബിഗ് ഫാൻ ആയിരുന്നു, ഹാർഡ്കോർ ഫാൻ ആണ്. ആ ഫാന് അദ്ദേഹത്തിന്റെ ഷൂട്ട് കാണാം. പണ്ട് ശംഖുമുഖം ബീച്ചിൽ അദ്ദേഹം വരുന്ന സമയത്ത് ബൈക്ക് എടുത്ത് പോയി, കാണാൻ പറ്റാതെ പോയി ക്യാമറ മോണിറ്ററിൽ അദ്ദേഹം ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് പിന്നെ ഭയങ്കര മൊമെന്റാ. കാരണം ഞാൻ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഗിരീഷ് ചേട്ടൻ നമ്മളെ വിളിച്ചിട്ട് ഞാനും വേറൊരു പയ്യനും ഉണ്ട്, അഖിൽ എന്ന അവന്റെ പേര്, അവൻ കിങ്ഡത്തിന്റെ AD ആയിരുന്നു. അവൻ രജനി സാറിന് വേണ്ടി ഒരു കോമിക് ബുക്ക് റെഡിയാക്കിയിട്ടുണ്ട്, വേർ ഇസ് രജനി എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു പ്രോപ്പർ ഫാൻ ബോയ് സംഭവം. അപ്പം ഞങ്ങളൊക്കെ കൂടെയാണ് പോകുന്നത്. ഫുൾ ഫ്രണ്ടിൽ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അകത്ത് കയറി ഓരോ കടമ്പ കടക്കുമ്പോഴും ഒരു സാധനം ഉണ്ടല്ലോടാ, ഇത് കടക്കോ കടന്ന് എവിടെന്നുള്ള സെറ്റപ്പാ. അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ അകത്തോട്ട് കയറി ഞാൻ ഇങ്ങനെ നടക്കുന്ന ദൂരെന്ന് ഞാൻ കണ്ട് ഒരു 2 ചെയറിന്റെ മേളിൽ പുള്ളി ഇങ്ങനെ പുറത്തിരുന്ന് ഇങ്ങനെ ഉപേന്ദ്ര സാർ ഉണ്ടായിരുന്നു, പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. തലവർ ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി ആക്ഷൻ പോയപ്പോ നമുക്ക് ഗിരീഷ് ചേട്ടന്റെ കെയർ ഓഫ് ആയതുകൊണ്ട് ചെറിയൊരു ഫ്രീഡം ഒക്കെ ഉണ്ട്. നേരെ മോണിറ്ററിന്റെ പിറകെ പോയി, ബ്രോ ഇങ്ങേര് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നുണ്ടല്ലോ, എന്റെ അമ്മ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. സത്യസന്ധമായിട്ടാ പറയുന്നത്. ഇങ്ങനെ എനിക്ക് അത്ര ഇഷ്ടമാണ് പുള്ളി ടെറിഫിക്കാ പുള്ളി. അതായത് ഈ പടത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല, ഇതിന്റെ ട്രെയിലറിൽ ഒരു മെയിൻ സീക്വൻസ് ഉണ്ടടാ പുള്ളിയുടെ ഒരു സ്റ്റൈല്. ഞാൻ ഇത് ലൈവ് കണ്ടോണ്ടിരിക്കുക, അത് സ്ലോ മോഷൻ. അതും അനിരുദ്ധിന്റെ ആ സമയത്ത് ഒരു BGM ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ജിബ്രിഷ് ടൈപ്പ്. അതും ലൈവ് കേട്ട്, അത് റിലീസ് ആയിട്ടില്ല ഇതുവരെ. അതും കേട്ട് തലവർ ഇങ്ങനെ നടന്ന ഒരു ചെറിയ ചിരിയൊക്കെ കണ്ട് ബീഡിയൊക്കെ വലിച്ചോണ്ട് അതൊക്കെ വേറൊരു തരം പരിപാടിയായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇതൊക്കെ കാണും എന്നൊക്കെ. പക്ഷെ എനിക്ക് അന്ന് കാണാതെ പോയത് എന്തുകൊണ്ട് നല്ലതാ, ലേറ്റ് ആയിട്ട് കിട്ടുന്നത് പൊളി സാധനമാണ്. സത്യം, അധ്വാനിച്ച് കിട്ടുമ്പോ അതിനൊരു. അതെ. ഇത് ഈ കാര്യം രജനി സാറിനോട് പറഞ്ഞോ, എന്തൊക്കെ സംസാരിച്ചു? ഇല്ല, അങ്ങനെ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. സാർ ഞാൻ ഭയങ്കര ഫാനാണ്, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ലടാ. ഇതിന് മുന്നേ പോലും ഞാൻ ചെന്നൈ പോയപ്പോ റിബലിന്റെ ഷൂട്ടിന് പോയപ്പോ ഞാൻ രജനി സാറിന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 10 മിനിറ്റിന് മുമ്പേ സാറ് വാക്ക് ചെയ്തിട്ട് അകത്ത് കയറിയതേ ഉള്ളൂ, കേട്ടില്ലടാ. അങ്ങനെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ എഴുതുകയും ചെയ്ത്, ഒരു നാൾ ജയിലറിന്റെ BGM ഇട്ടിട്ട്. തിരിച്ച് ഞാൻ കൂലി റിലീസ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ തലവരുമായിട്ട് പടം ഇടും, അന്ത ഒരു നാൾ. ഇനി അടുത്ത പടം ഇടും ഇപ്പൊ ഞാൻ പുള്ളിയായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റട്ടെ എന്നുള്ള ആഗ്രഹമാണ്. ഒരു സീനാണെങ്കിൽ പോലും ഞാൻ പോവേ തലവരോട് അഭിനയിക്കാനായിട്ട്. അപ്പൊ അടുത്ത ഒരു നാളിലൊക്കെ പറഞ്ഞിട്ട്
ആ പുള്ളി എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ്. ഈ ഓഗസ്റ്റ് 14 കൂലി ഇറങ്ങാണ്. അതുവരെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് FTFS രജനി സാറിന്റെ പടങ്ങളൊക്കെ കണ്ടൊരു ഫാൻ ബോയ് എന്ന നിലയ്ക്ക് ടിക്കറ്റ് റെഡിയാക്കി FTFS 6 മണിക്ക് കൂലി. ഇന്നലെ മൊത്തം അതായിരുന്നു ഫോണില് പറഞ്ഞു തീരുന്നതിന് മുമ്പ്. ഇന്നലത്തെ ടെൻഷൻ മൊത്തം അതായിരുന്നു. ഇടറ എനിക്ക് വേണം 6 മണിക്ക് വിത്ത് പയ്യൻസ് പയ്യന്മാര്. അതെ. അമ്മ ഇല്ല. അമ്മ അപ്പൊ അച്ഛന് ഇതിനു ശേഷം അമ്മ എന്റെ പടം മാത്രം ഇപ്പം, ഇല്ലെങ്കിൽ അച്ഛൻ അമ്മ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു രജനി സാറിന്റെ പടം കാണാൻ പോയിക്കൊണ്ടിരുന്നത്. ആ സ്റ്റോറിയിലെ നമ്മുടെ വിജയ് ദേവരകൊണ്ട ഇട്ട സ്റ്റോറിയിലും അമ്മയുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. താരാമ്മ എന്നാ വിളിക്കുന്നതും പറയുന്നത്. ശരിക്കും തെലുങ്ക് ഓഡിയൻസിന് വെങ്കി പരിചയപ്പെടുത്തിയത് വെങ്കിയെ മാത്രമല്ല, വെങ്കിയുടെ പാരന്റ്സിനെ കൂടിയാണ്. അപ്പോ ഈ ഒരു സ്നേഹം ശരിക്കും വീഡിയോ കാണുമ്പോൾ, ഇപ്പൊ ഞാൻ രജനി സാറിന്റെ കാര്യം ചോദിച്ചില്ലേ, അതുപോലെ തന്നെ അദ്ദേഹമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. കാരണം ഒരു വലിയ സ്റ്റാർ ആണ്, അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ പോകുമ്പോൾ ഞാൻ ഈ ചോദിച്ചൊരു ടെൻഷൻ, സ്വാഭാവികമായി മനുഷ്യനുണ്ടാകുന്ന കുറെ അധികം വികാരങ്ങൾ, അതിനപ്പുറത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? എടാ ഫസ്റ്റ് ഞാൻ പുള്ളിയെ മീറ്റ് ചെയ്യുന്നത് ഇതേപോലെ ഒരു ഷോട്ടിലാണ്. അന്ന് ഞാൻ കണ്ടു, എനിക്ക് അടുത്ത് പോയി സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. ആ സ്കെഡ്യൂൾ കഴിഞ്ഞ് അടുത്ത സ്കെഡ്യൂൾ പോയി. അടുത്ത സ്കെഡ്യൂൾ കഴിയുമ്പം ഇതേപോലെ VD സാർ വന്നു, വിജയ് സാർ വന്നിട്ട് എന്നെ കണ്ടപ്പം ഹേയ് നിങ്ങളാണല്ലേ മുരുകൻ ചെയ്യുന്നത്, വിൽ റോക്ക് മാൻ എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഐ ഫെൽറ്റ് വെരി ഹാപ്പി. കാരണം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ട്, ഇപ്പൊ ഞാൻ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ പടം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്റെ ഫിയർ കാരണം ഞാൻ അതിനകത്ത് കുറെ മണ്ടത്തരം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ബാധ്യതയാ. അപ്പൊ അങ്ങനെ ഒരു ഫിയറോ അങ്ങനത്തെ ഒരു ഇതോ നമുക്ക് ബാധ്യത. അപ്പൊ അത് കാരണം എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് ആസ് എ പെർഫോമർ. അപ്പൊ ആസ് എ ഹ്യൂമൻ ബീങ് പുള്ളി കിടിലോ. അപ്പൊ പുള്ളി വന്ന് സംസാരിക്കുന്നു. പുള്ളിയാണ് എന്നെ പടം കണ്ടിട്ട് പറഞ്ഞാടാ ഐ വാച്ച് ദ ഫിലിം, യു കിൽഡ് ഇറ്റ്. അങ്ങനെ പുള്ളി വന്ന് ഒരു കോംപ്ലിമെന്റ് ചെയ്യുക, ഒരു കോ ആക്ടറിനെ കോംപ്ലിമെന്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമുക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളത് അത് കഴിഞ്ഞ് പുള്ളി എൻ്റെ സ്റ്റോറേജ് പറയുന്ന പോലെ ഇട്ടു. അമ്മയുടെ കാര്യം പുള്ളി ഇട്ടു. പ്രീ റിലീസിൽ അമ്മയെ പറ്റിയിട്ട് പുള്ളി മെൻഷൻ ചെയ്തു. അപ്പം പുള്ളി ഒരു ഭയങ്കര അടിപൊളി ഹ്യൂമൻ ബീയിങ് കൂടെയാണ്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾസോ സത്യദേവ് സാർ, പുള്ളി ഒരു അഡാർ ആക്ടർ, ഭയങ്കര ആക്ടറാ, ഭയങ്കര ഇന്റൻസാ പുള്ളിക്ക്. രണ്ടുപേര് രണ്ട് പ്രോസസ്സാണ്. സത്യ സാറിന്റെ വേറൊരു തരം പ്രോസസ്സാണ്. അപ്പൊ പുള്ളിയും നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ ലാസ്റ്റ് വിജയ് സാറുമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഞാനും അങ്ങനത്തെ ഒരു ബ്ലോക്ക് ഫൈറ്റിൽ പുതിയതാ. അപ്പൊ ഞങ്ങൾ കുറെ ടൈം എടുത്താ അത് ചെയ്തത്. കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, കുറച്ച് ട്രിമ്മായി പോയി. അതെ. അപ്പം ഒരു കട്ട് ഒരു ഷോട്ട് ഇങ്ങനെ കാണിച്ച് കട്ടല്ല, ഇങ്ങനെ പിടിച്ച് ക്യാമറ തിരിയും. അപ്പം വീണ്ടും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കുനിഞ്ഞ് അടി ഇങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടികൾ. അപ്പം അത് ഭയങ്കര ടഫായിരുന്നു. അപ്പൊ പുള്ളിയും ഞാനും അത്രയും കോപ്പറേറ്റ് ചെയ്ത് പുള്ളി നമുക്ക് ആ ഒരു കംഫർട്ടബിൾ സ്പേസും നമുക്ക് കിട്ടി. അടിപൊളിയായിരുന്നു. അതേപോലെ സത്യ സാറും ഒരു സീനിൽ ഇങ്ങനെ പുള്ളി പറഞ്ഞു, എടാ നീ സാധനം 2 പ്രാവശ്യം പറയുന്നുണ്ട്, സജഷൻ ഒക്കെ തന്നു. അതെ സജഷൻ പരിപാടിയൊക്കെ തന്നു. അത് ഭയങ്കര ഞാൻ ഏതൊരു സെറ്റിൽ പോയാലും ബ്രോ, എന്റെ സെറ്റില് നല്ല മനുഷ്യരാ. ബേസിക്കലി മറ്റേ മോശമായിട്ട് നമ്മളെ മറ്റേ ഉപദ്രവിക്കുന്ന രീതിയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്നപ്പോൾ പോലും എനിക്കൊരു മോശം അനുഭവം ഒരു സെറ്റിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഞാൻ ഒരു ഒരു ഏജന്റിന്റെ കീഴിലല്ല ഞാൻ പോയത്, ഞാനായിട്ട് ചോദിച്ചു പോയിട്ടുള്ളതാ. ഒരു സ്ഥലത്തുനിന്നും എനിക്ക് ഒരു മോശം അനുഭവം എനിക്കും ഉണ്ടായിട്ടില്ല. ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ എല്ലാവരും ഒരു അടിപൊളി മനുഷ്യന്മാരായിരുന്നു. സത്യം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പോസിറ്റീവായ മനുഷ്യർക്ക് ഇരിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ക്വാളിറ്റിയാണ്, പക്ഷെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മറ്റൊരു ക്വാളിറ്റിയാണ്. സീരിയസ്ലി ഞാൻ ആലോചിക്കുകയാണ്, ഒരാൾക്ക് ഓക്കെ ഐ എം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞ് അയാളുടെ പ്രൊഫഷണലിൽ അയാൾക്ക് അഴിഞ്ഞാടാം. ബട്ട് അതേ പോസിറ്റിവിറ്റി കൂടെ നിൽക്കുന്ന ആളുകളോട്, കൂടെ സംസാരിക്കുന്ന ആളുകളോട്, കൂടെ ഇടപഴകുന്ന ആളുകളോടൊക്കെ പകർന്നു കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? എടാ എനിക്ക് അതൊന്നും അറിഞ്ഞോട്ടാ. ഞാൻ അതായത് ഇപ്പം സഡൻലി ഇപ്പം നമ്മളെ അച്ഛൻ സഡൻലി നമുക്ക്, അതായത് നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലൊന്നും ഇല്ല എന്നുള്ള ഒരു റിയലൈസേഷൻ പോയിട്ട് നമുക്ക് അപ്പോഴാണ് കിട്ടുന്നത്. പടയെന്ന് പറഞ്ഞാണ് അച്ഛൻ ഒരു പോക്കങ്ങ് പോയത്. അപ്പം നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല ബ്രോ. അപ്പം വെറുതെ ആകെ കുറച്ച് ദിവസം നമുക്കുണ്ട്, അല്ലെങ്കിൽ കുറച്ച് നാൾ, അല്ലെങ്കിൽ കുറച്ച് വർഷം നമുക്കുണ്ട്. ഇതിൽ നമ്മൾ ഇത്രയും ബാധ്യതയും ടെൻഷനും മറ്റേ അതും മറിച്ചതും ഒക്കെ നമ്മൾ കൊണ്ടു കിടക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു പോയിന്റാണ് എനിക്ക് വന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് എന്തും സംഭവിക്കും. ഇരിക്കുന്ന സമയത്ത് ജോളിയായിട്ട് ഇനി എന്തെങ്കിലും വിഷമം വരുന്ന നമ്മൾ വിഷമിക്കും, വിഷമം. പക്ഷെ അതിനൊരു ഒരു സമയമുണ്ട്. ഈ വിഷമം, പണ്ട് ഈ വിഷമം നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് തലയിൽ വെച്ച് കറങ്ങി അതിനെ ദിവസങ്ങൾ കൊണ്ടുപോയി നമ്മൾ നരകം പരിപാടിയായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന തെറ്റാ, മണ്ടത്തരവാ.
കാരണം നമ്മളിപ്പോൾ അത് ചെയ്തു, നമ്മളൊരു ഒരു ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ അയ്യോ അത് നടന്നാൽ നമ്മൾ തേയും, അത് നടന്നാൽ നമ്മൾ തേയും, നടക്കട്ടടേ, അത് വന്നാൽ നമ്മൾ ചാവുമൊന്നും ഇല്ലല്ലോ, നമുക്ക് അതിൽ നിന്ന് പുറത്ത് വരാമെന്നല്ലേ ഉള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻ ഈ ലോകത്തുള്ളൂ ബ്രോ. ഇപ്പൊ കടമുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ ഒരു പൈസ അടയ്ക്കാൻ ബ്രോ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഇഡലി കട ഇട്ടില്ല, അതുകൊണ്ട് ഭയങ്കര പരിപാടിയത്. എന്റെ അമ്മ നമ്മൾ വിചാരിച്ച പോലെ പരിപാടി ക്ലിക്കായാലേ ഫുഡ് ബിസിനസ്സും എല്ലാം ഭയങ്കര പരിപാടികളാ. ഇപ്പൊ എന്റെ കൂട്ടുകാരന്മാരാണെങ്കിൽ അവന്മാരവിടെ പോയി പരിപാടി ചെയ്യുന്നുണ്ട്, അവന്മാരവിടെ നിൽക്കുന്നുണ്ട്. അവന്മാർക്കും നമ്മളും നമുക്കും ഇത് വേറൊരു ഇൻകമാണ്, മനസ്സിലായി. അപ്പൊ നമ്മുടെ വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ പോകും. അപ്പം ഇങ്ങനെ ഓരോ സാധനത്തിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ ടെൻഷൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ബ്രോ. ഇനിയിപ്പം കടയ്ക്ക് എന്തെങ്കിലും ഇപ്പം നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് എല്ലാത്തിനും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. കടയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമം വരും. പക്ഷെ അതല്ല അതിന്റെ അവസാനം. നമ്മളത് കഴിഞ്ഞ് ഒരു പടം കാണുന്നു, നമ്മൾ ജോലിയായി നമ്മൾ അടുത്ത പരിപാടിക്ക് പോവുക എന്നുള്ളൊരു മെന്റൽ സ്റ്റേറ്റിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. എനിക്കിത് ഇങ്ങനെ അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു. അതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഓക്കെ, ഒരു ലൈഫ് മുമ്പോട്ട് പോകാൻ സ്വാഭാവികമായ ഒരു ഉപജീവന മാർഗം വേണം എന്നർത്ഥത്തിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാം എന്ന ഒരു ധാരണയിൽ തുടങ്ങിയ ഒരു ഇഡലിക്കടക്കപ്പുറം മുത്തച്ഛൻ പകർന്നു തന്നൊരു കൈപുണ്യവും മുമ്പേ ചെയ്ത ഒരു കാര്യത്തിന്റെ ഒരു വൈദഗ്ധ്യം ഒക്കെ ഉണ്ട് അതിൽ. ശരിക്കും എന്താണ് ആ പറഞ്ഞത്? ഉപജീവനത്തിന് വേണ്ടി ഞാൻ ചെയ്തതല്ല, ഞാനൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാ. കാരണം നമ്മള് ഈ പടം എനിക്കിത് ക്ലിക്ക് ആയാലും ഇല്ല, ക്ലിക്ക് ആയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. ഈ ഫണ്ട് കൊണ്ട് ഇപ്പൊ നമുക്ക് സിനിമ ഇല്ലെങ്കിൽ ഈ ഫണ്ട് അതല്ല, ആ മൈൻഡ് സെറ്റിലല്ല ഞങ്ങൾ തുടങ്ങിയത്. പക്ഷെ നമ്മൾ ചുമ്മാ ഒരു ഇഡലി കട തുടങ്ങാം എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. അതിപ്പോ നല്ല രീതിയിൽ പോകുന്നു. ഇനി അതിനെ കുറച്ചും കൂടെ ഇതാക്കണം. ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉഗ്രം പരിപാടിയാണ്. കിക്കാണ്. കാരണം ഒന്ന് ഫ്രം സീറോ ആണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന ഇപ്പം പല വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഇതും അതുപോലെ നമ്മുടെ കാറ്റഗറിയിൽ ഇപ്പൊ എന്റെ കൂട്ടുകാരൻ കുറച്ച് പേരുണ്ട്. അതിൽ കുറച്ച് പേര് IT, വേറൊരു പയ്യനുണ്ട്. അപ്പൊ അവ അങ്ങനെ ഒരു ജോലി അങ്ങനെയൊന്നും ഇല്ല. അവ ഇപ്പൊ ഇതിന്റെ കൂടെ ഉണ്ട്. അവൻ ഇപ്പൊ സുഡ ഇഡ്ഡലിയുടെ ഓണറാ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവ അതിന്റെ ഓണറാ. അപ്പൊ അവന് അതിൻ്റെതായിട്ടുള്ള വരുമാനം കാര്യങ്ങളും അവന് കിട്ടുന്നുണ്ട്. നമ്മളിനി കടയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇതൊരു ഉപജീവന മാർഗം. എനിക്ക് പ്ലാൻ ബിക്കല്ല തുടങ്ങിയത്, എനിക്ക് പ്ലാൻ A മാത്രമേ ഉള്ളൂ, അത് സിനിമയാണ്. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വരുന്നു, സിനിമ കാണുന്നു, രാവിലേക്ക് വൈകിട്ടാകുമ്പോൾ കടയിൽ പോകുന്നു, ഒരു 2.5 മണിക്കൂർ അവിടെയാണ്. ഈ 2.5 മണിക്കൂർ നമ്മുടെ മൈൻഡിൽ ഒരു മോശം ചിന്ത വരില്ല, ഒരു കമ്പാരിസൺ വരില്ല, ഒരു ടെൻഷൻ വരില്ല. കാരണം നമ്മളിപ്പോൾ അവിടെയാണ്, നമ്മൾ സെർവ് ചെയ്യുന്ന ഫുഡ്, കളിയടിക്കുന്നു, കോനയടിക്കുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, കിടന്നുറങ്ങുന്നു. പിന്നെ ബാക്കിയുള്ള സംസാരമൊക്കെ അടുത്ത ദിവസം രാവിലെ. മനസ്സിലായി? അപ്പം ഇത് നമ്മളെ എൻഗേജ്ഡ് ആക്കി ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ നെഗറ്റിവിറ്റി ഒരുപാട് ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. സത്യം. അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ 2 ബെസ്റ്റ് ക്വാളിറ്റീസ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയുമോ? ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് ഒരു പ്രതികാര ബുദ്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് എനിക്കത് പറ്റിയില്ലെങ്കിൽ എനിക്ക് അവിടെ പോയി തെളിയിച്ച് കാണിക്കണം, അങ്ങനെ ഒരു തോട്ടില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങനത്തെ ഒരു പരിപാടി എനിക്കില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യം, അതായത് ഞാൻ ബിസിനസ്, എനിക്ക് പ്ലാൻ ബി ഇല്ല, പ്ലാൻ എ അൾട്ടിമേറ്റ്ലി പ്ലാൻ എ ആണ്. ഈ 2 ക്വാളിറ്റീസ് ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയത് അല്ലേ. ഓക്കെ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ. ആദ്യമായി തിയേറ്ററിൽ കണ്ട മൂവി ഏതാണ്? ഓർമ്മയുണ്ടോ? ബാബയാണെന്ന് തോന്നുന്നു. രജനിസാന്റെ. എന്റെ ഓർമ്മയില് ബാബയാ. മീശമാധവൻ ബാബയായിരുന്നു. ഞാൻ ബാബയ്ക്ക് പോയി. എന്റെ ഓർമ്മയില് ബാബയാടാ. ഞാൻ രാവണപ്രഭുവും കണ്ട ഓർമ്മയുണ്ട്. പക്ഷെ ഇതിൽ ഏതാണ് മുമ്പേ എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് സെലിബ്രിറ്റി യു ടുക്ക് സെൽഫി വിത്ത്? ആദ്യമായിട്ട് സെൽഫി എടുത്തൊരു സെലിബ്രിറ്റി. സെൽഫി ഒന്നും ആ സമയത്തില്ലായിരുന്നു. ഫോട്ടോ ലാലേട്ടനായിരിക്കും. ലാലേട്ടൻ നമ്മുടെ വെളിപാടിന്റെ പുസ്തകം. സംസാരിച്ചിരുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ ലാലേട്ട ഭയങ്കര ഫാനാണ്. അതിനുശേഷം എന്താന്ന് വെച്ചാൽ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞങ്ങള് ട്രിവാൻഡ്രത്ത് ഒരു ബോയ്സ് ഹോസ്റ്റലുണ്ട്. ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ ആണെന്ന് തോന്നുന്നു, അതോ ആർട്സിന്റെ എന്തോ ബോയ്സ് ഹോസ്റ്റലുണ്ട്. അപ്പം അവിടെ വെളിപാടിന്റെ പുസ്തകം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലാലേട്ടന്റെ നേരെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സെയിം ബോയ്സ് ഹോസ്റ്റല് ഞാൻ പോയപ്പോൾ സാറുണ്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ശങ്കർ ഇന്ദുചൂടൻ എന്ന് പറഞ്ഞ, അപ്പൊ അവ എന്നെ പരിചയപ്പെട്ടു. സാർ ഇവൻ തമിഴില് വില്ലനായിട്ടൊക്കെ ചെയ്യണം. അങ്ങനെ ശങ്കർ നമ്മുടെ മോനെ സാർ, ഇതിനു മുന്നേ ഇതേ ലൊക്കേഷനിൽ വെച്ച് ഞാൻ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു വെളിപാടിന്റെ പുസ്തകത്തില്. ആണോ? പുള്ളി ഇങ്ങനെ ചിരിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മള്. അപ്പം അത് അതെ അതൊരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു. അപ്പൊ നമ്മള് വെളിപാടിന്റെ പുസ്തകം ചെയ്യുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ നോക്കിട്ട് അതെ അടിപൊളി പരിപാടിയായിരുന്നു. ഓക്കെ,
സീൻ യു ഓൾവേസ് ഡ്രീമിങ് ഓഫ്. ഒരു കൈൻഡ് ഓഫ് സീൻ ഉണ്ട് എൻ്റെ മനസ്സിൽ, അതെനിക്ക് എക്സ്പ്ലോർ ചെയ്യണം. സീന മനസ്സിലൊരു പെർഫോം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവില്ലേ? ഇത് നമ്മൾ കിങ്ഡത്തിൽ ഒരു പെർഫോമൻസ് കണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും ഒരു സാധനം, ഒരു ഐക്കോണിക് പരിപാടി എന്റെ മനസ്സിലുണ്ട്, ഒരു സീൻ, അങ്ങനെ ഒരു സാധനം എനിക്ക് ചെയ്യാം. അങ്ങനെയൊന്നും എനിക്കില്ലടാ. ഇത് എന്റെ സീൻ എന്താ അറിയാം എന്റെ മനസ്സിലുള്ളത്? അത് ഞാൻ നായകനായിട്ടുള്ള പടം ആൾക്കാർ തിയേറ്ററിൽ പോയി കാണുക, അവർക്ക് ഇഷ്ടപ്പെടുക, പടം ഹിറ്റ് ആവണം. അതാണ് ഞാൻ കാണുന്ന സീൻ. പിന്നെ ഒരു സീനുണ്ട് അവാർഡ് വാങ്ങിക്കുന്നത്. ആസ് ആൻ ആക്ടർ ഈ 2 സീനുമാണ് നമുക്ക് ആദ്യം അടുത്തൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം. ഓക്കെ, ബെസ്റ്റ് ഫാൻ മോയ് മൊമെന്റ്? രജനി സാറ് തലൈവർ. പിന്നെ മമ്മൂക്കെ കണ്ട ഒരു മൊമെന്റ് ഉണ്ട് പ്രീസ്റ്റില് സ്റ്റാൻഡപ്പിന്റെ ഓഡിയോ ലോഞ്ചിൽ. അതിന് മുന്നേ ഞാൻ മമ്മൂക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ഗേറ്റിന്റെ ഇടയിലൂടെയാണ് മമ്മൂക്കെ കാണുന്നത് ഫസ്റ്റ്. അതിനുശേഷം ഞാൻ സ്റ്റാൻഡപ്പിന്റെ ഓഡിയോ ലോഞ്ചിൽ ഗസ്റ്റ് മമ്മൂക്ക. അതൊരു വൺ മൊമെന്റ് ആയിരുന്നു. കാരണം ഞാൻ പുള്ളിയെ കാണുന്നത് പോലെ പുള്ളി എന്നെയും കണ്ടു അന്ന്. ഞങ്ങൾ അടുത്തുനിന്ന് പുള്ളി എന്റെ തോളിലൊക്കെ കൈയിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ എനിക്കൊരു ഫാൻ ബോയ് മൊമെന്റ് ഉണ്ടാവുന്നത് ഇതാണ്. ഏത്? കൂലി. ഫസ്റ്റ് ബിഗ് പർച്ചേസ് ആഫ്റ്റർ ഏർണിംഗ് ഫ്രം ആക്ടിങ്? ഫസ്റ്റ് ബിഗ് പർച്ചേസ് എന്താ പർച്ചേസ് ചെയ്ത ആദ്യമായിട്ട് കിട്ടിയ പൈസ? എനിക്ക് തോന്നുന്നു 500 rupees ആണ്. അതോ? അത് വീട്ടിൽ കൊടുത്തു. കാരണം എന്താ അറിയാമോ, എനിക്ക് ഒരു രക്ഷക്കുഴൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് അങ്ങനെ പറയും. അതായത് അമ്മ ഈ അമ്പലത്തിൽ നിന്നൊക്കെ പൂജിച്ച് ഈ സ്വർണം ഇതിന്റെ അകത്ത് ഒരു ചരടൊക്കെ വെച്ചിട്ട് ഒരു സാധനം, തകിടൊക്കെ വെച്ചിട്ട് ഒരു സംഭവം തരും. അപ്പൊ അതിന് ഒരു 10,4,500 രൂപയുണ്ട്. ഓക്കെ, അന്നത്തെ കാലത്ത് ഞാൻ ഇങ്ങനെ പോകണം. നമ്മള് പൊന്മുടിയാണ് ട്രിവാൻഡ്രത്ത്, അവിടെ ഷൂട്ട്. അതിനു വേണ്ടി പോയപ്പോഴത്തേക്ക് അവര് പൈസ തന്നു 500 രൂപ. ഞാൻ വീട്ടിലെടുത്ത് കൊടുത്തു. അമ്മ പൈസ 500 രൂപ. ശരി, അമ്മ നോക്കിട്ട് രക്ഷകളല്ലോ ഇവിടെ പോയടാ എന്റെ 4,500 രൂപ. ആ അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ പ്രത്യേക പർച്ചേസ് ഒന്നും ഇല്ലായിരുന്നു അന്ന്. പർച്ചേസ് ചെയ്യാൻ പറ്റിയ തുകയും കിട്ടിയിട്ടില്ല. അല്ല, കിട്ടിയതിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടില്ല? ഇല്ല. അത് ഒന്ന് 2 ഒടിയൻ വെളിപാടും ദിവസത്തിൽ നിന്ന് കിട്ടിയ 15,000 രൂപ നേരെ ഞാൻ ആശുപത്രി കൊടുത്തു. കാലിന് പ്രശ്നമായി, മൊത്ത പൈസ അങ്ങ് പോയി. പിന്നെ ഒടിയൻ നിന്നൊക്കെ കിട്ടിയത് വീട്ടിൽ കൊടുത്തു. അങ്ങനെ പ്രത്യേക പർച്ചേസ് എല്ലാ ഓണത്തിനോട് അതൊരു ഭയങ്കര എന്റെ മൊമെന്റ് ആണ് കേട്ടോ. ഞാൻ ഇപ്പോഴും മേടിക്കുന്ന ഒരു സാധനം. എല്ലാ ഓണത്തിനും അച്ഛനും അമ്മയ്ക്കും എനിക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അമ്മയ്ക്കൊരു സാരി, അച്ഛനൊരു ഡ്രസ്സ്. ഇപ്പോഴും ഞാൻ ഓണത്തിന് അച്ഛനൊരു ഡ്രസ്സ് എടുത്ത് മാറ്റി വെച്ചേക്കും, അതേപോലെ അമ്മയ്ക്കൊരു സാരി. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അച്ഛന്റെ വിയോഗത്തെ പറ്റി സംസാരിക്കുമ്പോൾ അച്ഛൻ ശാരീരികമായി വിട്ടുപിരിഞ്ഞു എന്നാ വെങ്കി തിയേറ്ററിലെ ഒരു സീറ്റ് അച്ഛന്. അതെ, എന്താണ് അച്ഛൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്യാറ്? പിന്നെ അദ്ദേഹം ഉണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളി ഇരിപ്പുണ്ട്. കാരണം നമ്മൾ പുള്ളിയും പ്രാർത്ഥിച്ചുകൊണ്ടാ ഡെയിലി കിടക്കുന്നതും. പുള്ളി തന്നൊരു ലൈഫാണല്ലോ നമുക്ക്, അച്ഛനും അമ്മയും തന്നൊരു ലൈഫാണല്ലോ പരിപാടി. അപ്പം ഇത് അൾട്ടിമേറ്റ്ലി എനിക്കും ഒരു റേഞ്ചിൽ എത്തിയിട്ട് അവിടെ ആൾക്കാർ പറയണത് പിച്ചുമണിയുടെ മോൻ അവൻ കൊള്ളാം എന്നുള്ള രീതിയിൽ അത് എനിക്കുണ്ട്. കാരണം എപ്പോഴും അച്ഛന് ഒരുപാട് അങ്ങനെ വിജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അച്ഛനെ എനിക്ക് വേറൊരു തരത്തിൽ ഞാനിപ്പോൾ അച്ഛൻ്റെ ഒരു പരിപാടി വെച്ചിട്ട് ഞാൻ ഒരു ബ്രാൻഡ് അടുത്തൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പോവാ. അത് ഞാൻ അച്ഛനമ്മയ്ക്കുള്ളൊരു ട്രിബ്യൂട്ടാണ്. അത് മോസ്റ്റ്ലി ഞാൻ ഒരു ഒക്ടോബർ ആകുമ്പോൾ ഒരു പരിപാടി ഞാൻ തുടങ്ങും. ഒരു ബാറ്റർ പരിപാടിയാണ്. ഈ അച്ഛനും അമ്മയാണ് അതിന്റെ ഫേസ്. അത് ഇതിൽ അതാണെങ്കിൽ ബാക്കിയുള്ള ഞങ്ങളുടെ ബാക്കി പാർട്ട്നേഴ്സിന്റെ അടുത്തടുത്ത പരിപാടിയിൽ അവരുടെ അച്ഛനും അമ്മയെ പ്ലേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ലേബലിംഗ് പരിപാടിയാണ് ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതെ. അൾട്ടിമേറ്റ്ലി ഇവരുടെ പേരെന്താണ്, ഇവരാരാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അത്ര ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നാളെ ഞാനൊരു അവാർഡ് വാങ്ങിക്കുന്നു, അതിനൊരു ആർട്ടിക്കിൾ വരുന്നു, വി പിച്ചുമണിയുടെയും താരാകുമാരിയുടെയും മകൻ എന്ന് തന്നെ അതിൽ വരണം. അത്രേ ഉള്ളൂ, ഞാൻ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. അതെ, ശരിക്കും ബ്രോ ദൈവവിശ്വാസം തരുന്ന ഒരു കാര്യത്തിൽ ഭയങ്കരമാണ്. കാരണം നമ്മൾ തളർന്നിരിക്കുമ്പോഴും ഇത് എന്റെ പെർസ്പെക്റ്റീവാ. ഒരുപാട് ഇപ്പം ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുണ്ടാവും. അത് അവർക്ക് അത് ഓക്കെ ആണെങ്കിൽ അത് അവരുടെ കംഫർട്ടബിലിറ്റി, അവരുടെ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അച്ഛൻ ഒരു വിയോഗം വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു ഏത്തിസ്റ്റ് പരിപാടിയൊക്കെ ആയി ഒരു പോയിന്റിൽ. എനിക്കൊന്നും പിന്നെ അതിനുശേഷം അതല്ല, എനിക്ക് കുറച്ചും കൂടെ നെഗറ്റിവിറ്റിയും പരിപാടി. ഞാൻ അന്ന് ഭഗത് സിംഗിന്റെ പുസ്തകമൊക്കെ വായിച്ച് എനിക്ക് അങ്ങനെ എനിക്ക് ഒന്നിനോടൊരു താല്പര്യമില്ലാതെ വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സമയം എനിക്കുണ്ടായിരുന്നു, ഒരു 10 ദിവസം. അതിനുശേഷമാണ് ഞാൻ ഇത് വേദയിലിട്ട് ജോയിൻ ചെയ്യുന്നത്. കറക്റ്റ് 12ാം ദിവസം പോകണം. അപ്പം ഞാൻ അത്രയും പൊളിഞ്ഞിട്ടാണ് പോകുന്നത്. ദൈവവിശ്വാസം ഇല്ല, ഒന്നുമില്ല. എനിക്കൊന്ന് വേദയുടെ പൂജയുടെ സമയത്ത് ആണെന്ന് തോന്നുന്നു. അച്ഛൻ ആ സമയത്ത് എനിക്ക് ഓർമ്മയില്ല. പൂജയുടെ സമയത്ത് അച്ഛൻ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ അമ്പലത്തിൽ നിന്ന് പൂജ ചെയ്തപ്പോൾ ഞാൻ അമ്പലത്തിനകത്ത് കയറിയില്ല. കാരണം എനിക്ക് വല്ലാത്തൊരു ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അൾട്ടിമേറ്റ്ലി എന്താ അറിയാ ബ്രോ, നമുക്ക് മനുഷ്യന്മാരാണ്.
മോളെ വിട്ട് പിരിഞ്ഞു പോകുന്ന എനിക്കറിയാം. പക്ഷെ എൻ്റെ അൾട്ടിമേറ്റ് ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു വീട് വെച്ച് ആ വീട്ടിൽ ഇവരെ ഇരുത്തിയിട്ട് വല്ലതും നമുക്ക് പറ്റിയ നമുക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ ബ്രോ. ഓക്കെ, അവർ സന്തോഷമായിട്ട് ജീവിച്ചു. മറ്റേതല്ല, അവർ ജീവിച്ചത് ഏറ്റവും ചെറിയൊരു റൂമിലാണ്, മഴവെള്ളത്തിന്റെ പ്രശ്നം വരും. അപ്പം അങ്ങനത്തെ ഒരു റൂമിൽ ഇരുന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷൻ എടുത്തത് കൊണ്ടാണോ. പക്ഷെ ഒരു പോയിന്റിൽ ആലോചിച്ചപ്പോൾ അല്ല. അതായത് അച്ഛൻ ആശുപത്രി കൊണ്ടുപോയപ്പോൾ പോലും അവരുള്ള ഒരു ചേട്ടാ വെങ്കിച്ചേട്ടനോട് ഒരു ഫോട്ടോ വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛന് രജനീകാന്ത് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ കൂടെ ഞാൻ അഭിനയിച്ചത് അച്ഛൻ തിയേറ്ററിൽ പോയി കണ്ടു. അന്ന് 50% ഓക്യുപ്പൻസിയാ തിയേറ്ററിൽ, കൊറോണ ടൈമിൽ. ബട്ട് സ്റ്റിൽ തിയേറ്റർ നിറഞ്ഞിരിക്കുകയായിരുന്നു പ്രീസ്റ്റില്. അപ്പൊ അച്ഛൻ അത് പോയി കണ്ടു, പുള്ളി ഹാപ്പി ആയിരുന്നു. അപ്പൊ പുള്ളി കോൺഫിഡന്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എവിടെയെങ്കിലും എത്തും, ഉറപ്പായിട്ട് നീ എത്തും, നീ രജനീകാന്ത് ആവും. അതാ നമ്മുടെ റെഫറൻസ് എപ്പോഴും അതാ, നീ രജനീകാന്ത് ആവും, അമ്മ നീ രഘുവരനാവും. ഞാൻ ഇതിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. അപ്പം ഇവരാണ് നമുക്കൊരു പരിപാടി എന്ന് പറഞ്ഞത്. അപ്പൊ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ ഇവരുടെയൊക്കെ ബ്ലെസ്സിങ്സ് കൊണ്ടാണ് ഞാൻ ഒക്ടോബർ സെപ്റ്റംബറിൽ വീട് വയ്ക്കാൻ പോണത്. അപ്പം അതിൽ ഇവരുടെ പേരാണ്, വീട്ടുപേര് തന്നെ ഇവരുടെ പേരിലാണ് തുടങ്ങുന്നത്. അപ്പൊ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം. അല്ലാതെ എനിക്ക് വേറൊന്നും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഇതാ. അച്ഛൻ ആരുടെയൊക്കെ മുമ്പിൽ തല കുനിച്ചോ അതിൽ നിന്നൊക്കെ ഒരു പരിപാടി എനിക്ക്, അതെന്റെ റിവെഞ്ച് അല്ല, അതാണ് എൻ്റെ പരിപാടി. അതിലാണ് എൻ്റെ ഒരു ഹൈ. അദ്ദേഹത്തിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്ന് നമ്മൾ പറയൂലേ, അദ്ദേഹം ആരാണ്, അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് ആൾക്കാരിലേക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാ. അന്ന് അച്ഛൻ മഴവിൽ മനോരമയുടെ സ്റ്റേജിൽ വന്നിരുന്ന അച്ഛനമ്മ, അത് ഇന്നുമല്ല, ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ശരി, ആരത് അടിച്ചാലും അവർക്ക് കാണാൻ പറ്റും. അപ്പം അച്ഛനമ്മ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു തെളിവാണ് ബ്രോ അത്. നമ്മൾ ആരും അറിഞ്ഞുകൂടാതെയല്ലേ ഈ ലോകത്ത് ജീവിക്കുന്നത്. ഇപ്പൊ എൻ്റെ അമ്മയെ കുറച്ചു പേർക്കെങ്കിലും അറിഞ്ഞൂടെ, അച്ഛനെ കുറച്ചു പേർക്കെങ്കിലും അറിഞ്ഞൂടെ? അതെ, അവര് ജീവിച്ചിരുന്നു എന്നുള്ളൊരു ഹിസ്റ്ററി നമ്മൾ ഉണ്ടാക്കുകയല്ലേ. ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ പാരന്റ്സിനും വെങ്കിയെ പോലൊരു മകൻ ഉണ്ടാവും. നിങ്ങളെ വേറെ മൂഡ് മാറുന്നില്ല. ഓക്കെ, ഫസ്റ്റ് കാർ ഓർ ബൈക്ക് യു ബോട്ട്? ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ല. എൻ്റെ അമ്മയുടെ പ്ലഷറാണ് ഞാൻ ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കാറ് മേടിക്കും ഞാൻ. ആദ്യം വീട് വെച്ചാൽ കാറ് മേടിക്കും. ഒരു അടിപൊളി കിടിലം വരും. അമ്മയ്ക്ക് താറാണ് ആഗ്രഹം, എനിക്ക് വേറെന്തോ പരിപാടിയാണ്. ഏതെങ്കിലും ഒന്ന് വണ്ടി ഡ്രൈവ് ചെയ്യില്ലേ? ഡ്രൈവ് ചെയ്യും. പിന്നെ അതൊക്കെ പഠിച്ച്. അത് പറയണ്ടായിരുന്നു, എനിക്ക് മൈൻഡ് മാറി പോയി. ഞാൻ ഭയങ്കര ജോളിയായിട്ട്. അടിപൊളി. ഓക്കെ, ഫസ്റ്റ് ടൈം യു സോ യുവർ സെൽഫ് ഓൺ എ ബിഗ് സ്ക്രീൻ, വാട്ട് വെന്റ് ത്രൂ യുവർ മൈൻഡ്? കൈ അടിച്ചു ഞാൻ. മിഴി തുറക്കൂ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അതില് ഒരു 10-15 പേരുണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ എത്തിയിട്ട് ജയ് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ട് കൈ അടിച്ചു. അതാണ് ആ ഒരൊറ്റ ഷോട്ടേ ഉള്ളൂ പടത്തില്. അതാണ്. ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് അന്ന് എനിക്ക് സായി പല്ലവി ഭയങ്കര ഇഷ്ടമാണ്. കിടിലാണ് മലർ മിസ്. ഓക്കെ, 3 things always in your bag or pocket? എപ്പോഴും ക്യാരി ചെയ്യുന്ന 3 items. ബാഗിലോ പോക്കറ്റിലോ എപ്പോഴും കൊണ്ടു നടക്കുന്ന 3 items. ഫോൺ ഉണ്ടാവും ഒബ്വിയസ്ലി. ഓക്കെ, പേഴ്സ് ഉണ്ടാവും. പിന്നെ ഈ എയർപോഡോ അങ്ങനെ എന്തെങ്കിലും സംഭവം. പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും വളയോ വാച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും. പക്ഷെ മോസ്റ്റ്ലി ഫോൺ. A song you always listen to? മാറി ഇരിക്കും. ഇപ്പൊ എനിക്ക് കൂലിയാ, മോബ്സ്റ്റാർ. അതെ, ഇപ്പൊ കൂലിയാ, മൊത്തം ട്രാക്കും കൂലിയാ. Okay, funniest mispronunciation you have done in Telugu? എടാ, അത് ഒരു തെറിയായിരുന്നടാ. എനിക്കത് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ എന്തൊരു സാധനം. ഞാൻ അത് പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വേറെന്താ ഉദ്ദേശിച്ചത്. അപ്പൊ അവര് പറഞ്ഞു ബ്രോ പറയുന്നത് തെറിയാണ്. ഓക്കെ അതെ. തെറിയായിട്ട് പറയാനും പറ്റില്ല. Okay, what's your comfort movie you watch when you're sad? തളപതി, രജനീകാന്ത് പടം. തളപതി അൾട്ടിമേറ്റ്ലി ഞാൻ 100 പ്രാവശ്യത്തിന് മുകളിൽ കണ്ടിട്ടുണ്ട്. ശരിക്കും? പിന്നെ എനിക്ക് തളപതി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ലോക സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ തളപതിയാ. If your life had a background score, which song would it be? ഈ മൊമെന്റ് ആണ് ഞാൻ പറയാം. ജേഴ്സിയാണ് എന്റെ വിജയം. പക്ഷെ എനിക്ക് എപ്പോഴും മറ്റേ ഇതാ അറങ്കമ്മേ, അതാ ഇങ്ങനെ വരണ എനിക്ക്. Okay, your secret talent that no one knows? അങ്ങനെ ഒരു ടാലന്റ് ഒന്നും ഇല്ല. ഞാൻ പാട്ട് പാടുമെന്ന് ഞാൻ കേട്ടല്ലോ. അതെനിക്കറിയാം ആരാ പറഞ്ഞെന്നുള്ളത്. പാട്ട് ഇല്ലടാ, ഇതുപോലെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് പാടും. ഏത് പാട്ട്? ഏത് പാട്ടെന്നൊക്കെ ചോദിച്ചാൽ പറയും. ഏത് പാട്ടെന്ന് പറഞ്ഞാൽ പാടാം.
ഏയ് നവറാണ്ടേ കേൾവി കേട്ട് ദേവ വാറാണ്ടേ ഏയ് കേൾറാടേ கேள்வி கேட்டு உசுர வாராத என்ன வேணா கேட்டுக்கோ எல்லாரும் பார்த்துக்கோ தம்பி கொஞ்சம் தள்ளிக்கோ கூலி வர சொல்லிக்கோ எதுக்கு பேச்சு ஒழுங்கா உக்காரு எனக்கு பாசு கிடையாது எனிமி தோஸ்து எல்லாம் இருந்தாலும் எனக்கெல்லாம் நான் சர்த முடிச்சுடலாமா ஹே நவராண்டே கேள்வி கேட்டு தேவா பாராவே சிக்கன் அது வைபா வைபாட்டா. Okay, which movie villain scared you as a kid? പേടിപ്പിച്ചൊരു വില്ലൻ ഏതാ പഴയ സിനിമയിലൊക്കെ? പേടിപ്പിച്ചത് ഇതാ വില്ലനല്ല, പേടിപ്പിച്ച ആകാശഗംഗ. ഓ എനിക്ക് ടെററാ പടം ആകാശഗംഗ. എനിക്ക് കോഞ്ചറിങ് ഒന്നുമല്ല, ആകാശഗംഗയാണ് എന്നെ അന്ന് പേടിപ്പിച്ചത്. എന്റെ അമ്മ വരണ്ടിട്ടുണ്ട്. പിന്നെ അരുന്ധതി, അനുഷ്കയുടെ അരുന്ധതി. അയ്യോ ഇത് രണ്ടും എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മറ്റേ ദേഷ്യം ഉണ്ടല്ലോ, ആടിയടാന്ന് പറഞ്ഞ രഘുവരൻ ഭാഷയില് തലവാന്നൊക്കെ പറഞ്ഞിട്ടാ രജനീകാന്തിന്റെ അനിയത്തിമാരെ അപ്പുറത്ത് കെട്ടി വെച്ചേക്കും, ഇവ അവിടെ നിൽക്കും അടിയടാ പരിപാടിയാ. അതെ, മനസ്സിനൊക്കെ ശീലാമ പറയുമ്പോൾ. Which line from Kingdom will stay in your memory forever? വിച്ച് ലൈൻ? എന്തെങ്കിലും ലൈനോ ഒരു മൊമെന്റ് ഗൗതം സാർ എന്റെ അമ്മയെ വിളിച്ചിട്ട് സംസാരിച്ചതാണ്. ഗൗതം സാർ എന്നെ പ്രീ റിലീസ് ഇവന്റിന്റെ അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇന്ന് വരുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ വരുന്നു സാർ, അവിടെ വർക്കിൽ നിൽക്കുക. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഓക്കേടാ നീ അടിപൊളിയാട്ടോ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഈസ് എ വെരി ഗുഡ് ആക്ടർ എന്ന് പറഞ്ഞു. അതാണ് എന്റെ ഒരു മൊമെന്റ്. അത് ഞാൻ എപ്പോഴും ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ്. അമ്മയുടെ ചിരിയാണ് അവാർഡ്. ചിരിയെന്നല്ല, ആ വാക്കാണ് എൻ്റെ അവാർഡ്. അമ്മയുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക, അത് എനിക്കൊരു അവാർഡ്. കാരണം പുള്ളിയുടെ എഡീസിന്റെ അടുത്ത് ഒരു പോയിന്റിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്ക് ഓരോ സിനിമയിലും ഒരു ഫേവറേറ്റ് ഷോട്ട് ഉണ്ടാവും. ഈ സിനിമയിൽ ഞാൻ ആ മറ്റേ ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇവരെയൊക്കെ നോക്കുന്ന അതാണ് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് ഷോട്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ആറ്റിറ്റ്യൂഡ് മനസ്സിലേക്ക് ഇങ്ങനെ എടുക്കൂ ക്യാരക്ടറിനെ? ഈ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി അങ്ങനെ പിടിക്കും? ഇല്ല എടുക്കൂലേ? ഇല്ല അങ്ങനെ നമുക്ക് അറിഞ്ഞുകൊണ്ടാ. അങ്ങനത്തെ പരിപാടി എന്ന് പുള്ളി ഡയറക്ടർ നമുക്ക് പറഞ്ഞു തന്നതാ, എടാ ഇങ്ങനത്തെ ഒരു പരിപാടി. പിന്നെ ഒബ്വിയസ്ലി 10-15 എണ്ണത്തിന് എടുത്ത് വെട്ടിയിട്ട് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ട് വേറൊന്നും കാണിച്ചു. നമുക്ക് എപ്പോഴും ആ ഒരു റഷ്, കാരണം ഇത് ഇങ്ങനെ അവിടത്തെ ഫൈറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പൊ ആ ഫൈറ്റ് ഏത് മൂഡാണ്, അത്രയും പേരെ കൊന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഇത്രയും ഒരു സ്ട്രെസ് ബസ്റ്റ് ആയിട്ടും ഇനിയും വാടാ ഒരു 10-15 എണ്ണത്തിനും കൂടെ താടാന്നുള്ള ആറ്റിറ്റ്യൂഡാണെന്ന് നമുക്ക് അറിയാം. അതെ. ഓക്കെ, ഇഫ് യു കുഡ് ഗോ ബാക്ക് ടു യുവർ 10-year-old സെൽഫ്, വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ്? 10 വയസ്സ് വെങ്കിയോട് എന്താ പറയാ? കോൺഫിഡൻ്റ് ഇരിക്കായിരുന്നില്ലടാ എന്ന് ഞാൻ ചോദിക്കും. കാരണം അന്ന് ഭയങ്കര അണ്ടർ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ. +1 +2 ഡിഗ്രി എനിക്ക് നായകൻ വരെ, അല്ലെങ്കിൽ നായകൻ കഴിഞ്ഞിട്ട് റിബൽ വരെ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. എൻ്റെ വേഷത്തിൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, എൻ്റെ ചിരിയിൽ എൻ്റെ ശബ്ദത്തിൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അത് തന്നെ മൊത്തം അതാ എൻ്റെ ഇതില്. അപ്പൊ അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ള റിയലൈസേഷൻ കുറച്ച് അടുത്തായത്, വെളിപാട് ഇപ്പൊ അടുത്താ ഉണ്ടായത്. അടിപൊളി. അതെ. ഇപ്പൊ ഇനി നെക്സ്റ്റ് തെലുങ്ക് സിനിമയിലേക്കുള്ള നെക്സ്റ്റ് അപ്ഡേറ്റ്സ് എന്തെങ്കിലും? ഞാൻ ഇങ്ങനെ കേട്ടു, ഒരു കിംവദന്തി ആണോ റൂമറാണോ എന്താണ്? എന്താ ഈ കിംവദന്തി? അല്ല കിംവദന്തി അല്ല, കിംവദന്തി നെഗറ്റീവ് മീനിങ്. സോറി, നെഗറ്റീവ് മീനിങ് ആണ്. ഓക്കെ, ഒരു റൂമർ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതായത് മേബി ഒരു ഹീറോ ആയിട്ടുള്ളൊരു അതാ വന്നോണ്ടിരിക്കുന്നത്. ലക്കിലി ഹീറോ പരിപാടിയാണ് വന്നോണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ഈ വില്ലൻ പരിപാടി ഒന്ന് ബ്രേക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നല്ല അടിപൊളി സ്ക്രിപ്റ്റാണ് ഞാനും വിചാരിക്കുന്നത്. അൾട്ടിമേറ്റ്ലി നമുക്ക് എല്ലാവർക്കും ഹീറോ ആവണം എന്നുള്ള ഒരു ബാങ്കബിൾ ആക്ടർ ആവണം എന്നുള്ളതല്ലടാ അൾട്ടിമേറ്റ് എയിം. അപ്പം ഞാൻ ഹീറോ ആവുന്ന പടം ഹിറ്റായാൽ എന്നെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാനും ആൾക്കാരുണ്ടാവുമല്ലോ. അതൊരു ഭയങ്കര ഒരു ക്രെഡിബിലിറ്റിയാ. അപ്പൊ ആ ഒരു സാധനം നമുക്ക് കിട്ടിയാൽ നമുക്ക് എല്ലാം ചെയ്യടാ. ഇപ്പം വിജയ് സേതുപതി ചെയ്യുന്നത് പോലെ വില്ലൻ ചെയ്യാം, ക്യാരക്ടേഴ്സ് ചെയ്യാം, ആ പരിപാടി അതൊക്കെ നമുക്ക് ഈ ഒരു ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യടാ. ഐ വോണ്ട് ടു ബി ലൈക്ക് എനിക്ക് എല്ലാ പരിപാടിയും ആസ് ആൻ ആക്ടർ
എല്ലാം ചെയ്യണം. അതെ അതെ അതെ. പക്ഷെ എനിക്ക് ഇപ്പൊ ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, ഹീറോ ആവുക. ഹീറോ ഹീറോ ആയാൽ പിന്നെ ഇവരെന്നെ വില്ലനിൽ വിളിക്കൂല. ഹീറോ അല്ല, നമുക്ക് രണ്ടും വേണമല്ലോ. എനിക്കിപ്പം ഹീറോ ആയാലേ ആ. എനിക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായി? ഇല്ലെങ്കിൽ ഞാൻ സ്ഥിരം ആസ്ഥാന ഒരു വില്ലൻ ആവശ്യമുണ്ട്, ഒരു മിനിറ്റ് ഞാൻ വെങ്കിയെ വിളിക്കാം, ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടും. അത് പെട്ടിട്ടുണ്ട്. വിജയ് സേതുപതി പറഞ്ഞില്ലേ കാരവാനിൽ വിളിച്ചിട്ട്, എന്താ പറഞ്ഞേ? നീ ഇത് എവിടെ നിറഞ്ഞ? എവിടുന്ന് പറഞ്ഞേ? എന്താ പറഞ്ഞേ? എന്റെ അടുത്ത് പുള്ളി നേരിട്ട് കണ്ടപ്പോഴേ പറഞ്ഞു, നിങ്ങൾ ഹീറോ അല്ലേ, നിങ്ങൾ എന്ത് ഇവിടെ ചെയ്യണത്? ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഇവിടെ ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ പുള്ളി കാരവാനിൽ ഞാൻ പുള്ളി എടുത്ത് ബൈ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ പോലും പറഞ്ഞ, ബ്രദർ ഞാൻ പറഞ്ഞ മറക്കരുത്, യു ആർ എ ഹീറോ, നീങ്ക ഹീറോ, ഫോക്കസ് பண்ணுங்க. ഓക്കെ, അപ്പൊ ഫോക്കസ് പണ്ണു മാൻ. യെസ്, പൊളിക്ക്, പൊളിച്ചടുക്ക്. പൊളിക്ക്. നാളെ ഒരുപാട് സിനിമകളായിട്ട് ഒരു എന്താ പറയാ, ഒരു ആ പറഞ്ഞ അവാർഡുകൾ, ഓസ്കാർ വരെത്തട്ടെ, സംഭവമാകട്ടെ, മലയാള സിനിമക്ക് ഒരു അമൂല്യ രത്നമായി മാറട്ടെ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യുടാ.